മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, പരിശുദ്ധമായ ഇന്നേ ദിനത്തിൻ്റെ കൃപയിൽ പിതൃസഭാമാതാവ് വിചിന്തനത്തിനായി നമുക്ക് നൽകുന്നത് വിശുദ്ധ ലൂക്കാസ് സുവിശേഷകൻ്റെ വിശുദ്ധ സുവിശേഷത്തിലെ 13-ാം അധ്യായം 10 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങളാണ്. മനുഷ്യന് വച്ചു പുലർത്താവുന്ന 2 തരം അവബോധങ്ങളുടെ സാധ്യതകളാണ് ഇന്നത്തെ സുവിശേഷം. ഒന്ന്, സിനഗോഗ് അധികാരിയാണ്. ക്രിസ്തുവിനോടുള്ള വിരോധങ്ങൾക്ക് മേലെ മിഠായി കടലാസു കണക്കെ നിയമങ്ങളെക്കുറിച്ചുള്ള തീക്ഷ്ണത പൊതിഞ്ഞുകെട്ടി നടക്കുന്ന കപടനാണ് ആ മനുഷ്യൻ. അതുകൊണ്ടൊക്കെ തന്നെയാണ് 16-ാം വാക്യത്തിലെ ക്രിസ്തുവിൻ്റെ ചോദ്യങ്ങളെ നേരിടാനാകാതെ അയാൾ പാളിപ്പോകുന്നത്. നിസ്സാരമായ ചില സംഗതികളുടെ പേരിൽ നിരക്ഷരകുക്ഷികളായ പാവപ്പെട്ട മനുഷ്യനോട് കയർക്കുന്ന ചില സർക്കാർ ഓഫീസർമാരുടെ കണക്കാണ് അയാൾ. വല്ലാതെ കോപിക്കുന്നുണ്ട് ആ മനുഷ്യൻ. മനുഷ്യനിൽ വിരിയുന്ന ദൈവിക ചൈതന്യത്തെ തിരിച്ചറിയാതെ ദൈവത്തെ കണ്ടെത്താൻ ദൈവം നൽകിയ ചില നിയമത്തിൻ്റെ സാപത്ത് വഴികളിൽ സ്വയം ഭ്രമണം ചെയ്യുകയാണ് അയാൾ. ചില മനുഷ്യർ ഇന്നും അത്തരം ചില ഭ്രമണപഥങ്ങളിൽ തന്നെയാണെന്ന് തോന്നുന്നു. മതത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിൽ, സമുദായത്തിൻ്റെ പേരിൽ, ആചാരങ്ങളുടെ പേരിലൊക്കെ കലഹിക്കുന്നവരാണവർ. അതിനെല്ലാം അപ്പുറത്ത് മനുഷ്യനിലെ ദൈവികതയെ കാണാൻ അവർ മറന്നുപോകുന്നു. അതുകൊണ്ട് തന്നെ അവർ എന്നും ചുറ്റുപാടുകളുമായി നിരന്തര കലഹത്തിലാണ്. രണ്ടാമതൊരു സാധ്യത ക്രിസ്തുവാണ്. എല്ലാ നിയമങ്ങൾക്കും സംവിധാനങ്ങൾക്കും ഘടനകൾക്കും മീതെയാണ് മനുഷ്യനെന്ന് പറയാതെ പറഞ്ഞു വയ്ക്കുകയാണ് ക്രിസ്തു. അതുതന്നെയാണ് ഏതൊരു മനുഷ്യനും തെളിയിച്ചെടുക്കാവുന്ന ഏറ്റവും കൃപയുള്ള അവബോധം. എൻ്റെ എതിരെ നിൽക്കുന്ന സഹോദരനെയും അവനിലെ ദൈവത്തെയും കാണാൻ ഒരൊറ്റ ഉപാധിയേയുള്ളൂ: സ്നേഹത്തിൻ്റെ ഉൾക്കണ്ണ് തുറന്ന് കാഴ്ചകൾ കാണണം. അല്ലാത്തതൊക്കെ വെറും ഇരുട്ട് മാത്രം. 1-ാം വായനയിലെ അവസാന വാക്യങ്ങൾ സുവിശേഷത്തിനുള്ള ഏറ്റവും നല്ല ഉപസംഹാരമാണെന്ന് തോന്നുന്നുണ്ട്. ഒരിക്കൽ നിങ്ങൾ അന്ധകാരമായിരുന്നു, ഇന്ന് നിങ്ങൾ കർത്താവിൽ പ്രകാശമായിരിക്കുന്നു. പ്രകാശത്തിൻ്റെ മക്കളെപ്പോലെ വർത്തിക്കുവിൻ. ചുരുക്കുകയാണ് 2 സാധ്യതകൾ. ഒരുവൻ ദൈവത്തിലേക്ക് നയിക്കുന്ന നിയമവഴികളെക്കുറിച്ച് അശാന്തനാകുന്നു. ക്രിസ്തുവാകട്ടെ അപരനിലെ ദൈവിക ചൈതന്യത്തെ ത്വരിതപ്പെടുത്തുന്നു. അപരനിലെ ദൈവത്തെ കാണാൻ പരുവത്തിന് സ്നേഹത്തിൻ്റെ കാഴ്ചവട്ടങ്ങൾ തെളിയട്ടെ. ആമേൻ.